ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റിൻ്റെ ലോഡ് സൈസ് കാൽക്കുലേഷൻ എങ്ങനെയാണ്. അതായത് മാർക്കറ്റിൽ ഒരു ക്വാണ്ടിറ്റി ഓഫ് ബൈയിങ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ഓഫ് സെല്ലിങ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആയിരിക്കണം നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഒരു ട്രേഡിൽ എത്ര റിസ്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യണം. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് സ്റ്റോപ്പ് ലോസ്, എന്താണ് ടാർഗറ്റ് എന്നുള്ള കണ്ടീഷൻ. കാരണം ഏതൊരു അക്കൗണ്ടിൻ്റെയും നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ, അതായത് ഒരു മാർക്കറ്റിൽ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഹ്യൂജ് ലെവൽ ഓഫ് ലോസസ് മാർക്കറ്റിൽ നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ എത്രയാണ് റിസ്ക് എടുക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ അക്കൗണ്ട് വന്നിട്ട് ഒരു $1000 അക്കൗണ്ട് ആണെന്നിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു $1000 അക്കൗണ്ടിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന 2% ആണ്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ റിസ്ക് റിവാർഡ് റേഷ്യോസ് യൂസ് ചെയ്യാം. നോർമലി അറ്റ്ലീസ്റ്റ് ബിഗിനർ ലെവലാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, 1% ഓഫ് റിസ്ക്, അതായത് എവറി ട്രേഡ് 1% ഓഫ് റിസ്ക് യൂസ് ചെയ്യുക. ഒരിക്കലും ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ് ലെവലിലുള്ള ആളുകൾ ഒരിക്കലും 1% ക്യാപിറ്റൽ 1% റിസ്ക് ചെയ്തിട്ടൊന്നും ട്രേഡ് ചെയ്യാൻ പോകുന്നില്ല. സോ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 1.5% 2%. ഡിപ്പെൻസ് അപ്പോൺ ദ ട്രേഡിംഗ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഞാൻ നോർമലി 2% തന്നെയാണ് യൂസ് ചെയ്യാറ്. 2% വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. 2% ഓഫ് റിസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറൻ്റ്ലി നമ്മളെടുത്താൽ ട്രേഡിന് എക്സ്പ്ലനേഷനായിട്ട് ഞാൻ പറയാം. കറൻ്റ്ലി ഞാൻ എടുത്താക്കുന്നത് ഒരു ഗോൾഡിൻ്റെ ട്രേഡാണ്. ഗോൾഡിൻ്റെ ട്രേഡിൽ 2 ഓപ്പർച്യൂണിറ്റീസാണ് ഞാൻ കഴിഞ്ഞ മാർക്കറ്റ് കണ്ടീഷനിൽ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഒന്ന്, എൻ്റെ കണ്ടീഷൻ ബൈങ് സോണായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് 88 2688. ദെൻ അടുത്തൊരു കണ്ടീഷനായിട്ട് കണ്ടത് 2675 അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനിൽ ഗോൾഡ് റിസ്ക് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു മൊമെൻറ്റോട് താഴെ നിന്നിട്ട് ഒരു 88 ടു എത്ര, ഒരു 80, അതായത് ഒരു $8 ഞാനവിടെ റിസ്ക് എടുത്തിരിക്കുന്നത്. $8 റിസ്ക് എടുത്തപ്പോൾ എന്താണ് കണ്ടീഷനിൽ വന്നതെന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി ഇടണമെന്ന് എനിക്കറിയണം. അതായത് എൻ്റെ മാർക്കറ്റിൽ, അതായത് എൻ്റെ അക്കൗണ്ടിൽ ഒരു $1000 ആണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഞാൻ ഇടും, 2% എനിക്ക് റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് മെയിനായിട്ട് നമ്മൾ എന്ത് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. $1000 2% ഓഫ് റിസ്ക് എന്ന് പറയുന്നത് വെച്ചിട്ട് ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഈസി വേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതിൽ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് MyFX ബുക്കിൻ്റെ പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററാണ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു സെഗ്മെൻറ്റ് ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, അതെടുക്കാം. പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതാണ് സെഗ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് XAU USD നമ്മൾ എന്ത് ചെയ്തു, ചൂസ് ചെയ്തിട്ടു. ദെൻ എന്ത് ചെയ്തു, അക്കൗണ്ട് സൈസ് നമ്മൾ സെലക്ട് ചെയ്തു. എക്സാമ്പിൾ ഒരു $1000 അക്കൗണ്ട് നോക്കാം. 2% ആണ് റിസ്ക് റേഷ്യോ, അതായത് $50 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, റിസ്ക് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യുക, 2% $20 റിസ്ക് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അതായത് 2% ഓഫ് റിസ്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് എത്ര ഉണ്ടായിരുന്നു നമ്മൾ എത്ര ഡോളറിലാണ് റിസ്ക് ചെയ്യാൻ പോകുന്നത് നോക്കാം. നമുക്ക് നോക്കി കഴിയുമ്പോൾ ഡോളർ റേഷ്യോ റിസ്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ $8 റിസ്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കാൻ പോകുന്നു 80 എന്തോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് 80 പിപ്സാണ് നമുക്ക് അവിടെ എടുക്കാൻ പോകുന്നത്. കാരണം $8 എന്ന് പറയുന്നത് പിപ്പറ്റ്, അത് ഞാൻ അതിൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. നോർമലി കറൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ നോക്കാനായിട്ട്, അതായത് ഗോൾഡിൻ്റെ കണ്ടീഷനാണ് നമ്മൾ അനലൈസ് ചെയ്ത് ഗോൾഡിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. XAU USD നമ്മൾ സെലക്ട് ചെയ്തു. അക്കൗണ്ട് കറൻസി US ഡോളർ തന്നെയാണ്. നമ്മുടെ അക്കൗണ്ടിലൊരു $1000 ഉണ്ടെന്ന് വിചാരിക്കാം. റിസ്ക് റിവാർഡ് റേഷ്യോ ഞാൻ യൂസ് ചെയ്യുന്ന 2% ആണ്. സ്വാഭാവികമായിട്ടും 1000 2% എന്ന് പറയുന്നത് $20 ഓഫ് റിസ്ക് ഞാൻ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. 2% റിസ്ക് കൊടുത്തു. സ്റ്റോപ്പ് ലോസ് എത്രയാണ് വരുന്നത്, ഗോൾഡ് കറൻസിയിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. കാരണം കറൻസിയിൽ സ്കെയിലിംഗ് യൂണിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിപ്പ് എന്ന് പറയുന്ന കാൽക്കുലേഷനാണ്. ഇതിനകത്തോട്ട് വരുമ്പോൾ പിപ്പറ്റ്സ് ആണ്, അതായത് ഒരു ഡോളർ കാൽക്കുലേഷനാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു കണ്ടീഷനിൽ ഞാൻ ഡോളർ കാൽക്കുലേഷനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫോറക്സ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലോട്ട് നോക്കുമ്പോൾ എല്ലാവരും ഈ ഡോളർ കാൽക്കുലേഷൻ ആയിരിക്കില്ല, പിപ്പറ്റ് ഈ ഒരു കാൽക്കുലേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ $1 = 100 പിപ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ $8 എൻ്റെ റിസ്ക്. ഇവിടെ നിന്നിട്ട് താഴേക്ക് $8 റിസ്ക് എന്ന് പറയുമ്പോൾ ഇത്രയുണ്ട് നമുക്ക് റിസ്ക്. ഓക്കെ, അതായത് 88 to 80 എന്നുള്ള കാൽക്കുലേഷൻ 2688 to 2680 എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ. അപ്പോൾ $8 ആണ് നമ്മുടെ റിസ്ക്. $8 എന്ന് പറയുമ്പോൾ 8 into 100, സോ 800 പിപ്സാണ് നമുക്ക് എന്ത് ചെയ്യുക നോക്കേണ്ടത്. പിപ്പറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. 800 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
ഇതാ മണി USD $20 ഓഫ് റിസ്ക് ഇൻവോൾവ് ആവണമെന്നുണ്ടെങ്കിൽ ലോഡ് സൈസ് എത്ര യൂസ് ചെയ്യണം? 0.03 ലോഡ് സൈസ് യൂസ് ചെയ്താൽ $20 റിസ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാ അവിടെ നിന്നൊരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തു $20 റിസ്കിൽ. ദെൻ ഈഫ് ഇൻ കേസ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റിംഗ് ആണ് 2680 ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് $20 ആയിരിക്കും നഷ്ടം വരുന്നത്. പക്ഷേ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ നോക്കാം, റിസ്ക് റിവാർഡ് റേഷ്യോ 7.65 ആണ് എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ വന്നിട്ട്. അതായത് ഞാൻ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് $20, ഞാൻ എടുക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 20 × 7 അറൗണ്ട്സ് ഒരു $140 ആയിരിക്കും എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് ഇൻ കേസ് ഐ ലോസ് $20. ഓക്കെ, ദെൻ അഗെയിൻ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കൂടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇഫ് എനി സ്റ്റോപ്പ് ലോസ് ഇറ്റ് ഐ വിൽ ടേക്ക് അനദർ ട്രേഡ് ഫ്രം ദിസ് പർട്ടിക്കുലർ ഏരിയ, ദെൻ ഐ വിൽ ഗെറ്റ് ദിസ് റിവാർഡ്. ഓക്കെ, ഈ ഒരു ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് അവിടെ നഷ്ടം വരുന്നില്ല, കാരണം ഞാൻ അവിടെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്ത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? എനിക്ക് ആ ലോസ് ഹിറ്റ് ചെയ്തില്ല, എൻ്റെ ട്രേഡ് അവിടെ നിന്ന് എന്ത് ചെയ്തു? പ്രോപ്പർലി ടാപ്പ് ചെയ്തു. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇപ്പോൾ പ്രോഫിറ്റിലാണ് റണ്ണിങ്. ദെൻ അഗെയിൻ എൻ്റെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഏരിയ ഒരു $140 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് റണ്ണിങ് ആണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോയും ലോഡ് സൈസ് കാൽക്കുലേഷനും തമ്മിലുള്ള ബന്ധം. അതായത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ടാർഗറ്റ് വരുന്നത്, അറിയാലോ. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസിനെയും ലോഡ് സൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എത്രയായിരിക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത്, എത്രയായിരിക്കും നമുക്ക് ലോസ് വരാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് വരുന്നത്. സോ ഈ ഒരു ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഒഫീഷ്യലി നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന സെഗ്മെൻറ്റാണ് MyFX ബുക്കിൻ്റെ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ. വേറെയും സൈറ്റുകളിൽ ഇതേപോലെ തന്നെ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ ഉണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സെഗ്മെൻറ്റിലായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. ഗോൾഡ് നോക്കുമ്പോൾ ഒരു ഡോളർ വാല്യൂ =100 എന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ലോഡ്സ് ഇൻ പിപ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത്രയും മാത്രമുള്ള വ്യത്യാസം. കറൻസി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കണ്ടീഷൻസ് ഒന്നുമില്ല. GBP/USD എക്സാമ്പിളായിട്ട് ഞാനൊരു പറയാം. GBP/USD നോർമലി എടുത്തൊരു ട്രേഡ് ഏതെങ്കിലും ഉണ്ടാവും, നോക്കാം നമുക്ക്. കറൻ്റ്ലി USD CHF, ഇഫ് ഇൻ കേസ് USD CHF ഞാൻ വന്നിട്ട് ട്രേഡ് ഇവിടെ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കാം. മാർക്കറ്റ് എൻ്റെ ഡിപ്പ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ബൈ എടുക്കാനുള്ള പ്ലാനാണെന്നിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ USD CHFൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും, 34 പിപ്സ് ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സ്വാഭാവികമായിട്ടും USD CHF ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ 2% ഓഫ് റിസ്ക്, ഇവിടെ 100 എന്നുള്ളത് കറൻസി ആണല്ലോ, ഒബിയസ്ലി ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു $35 അടിച്ചു കൊടുത്തു. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ $20 റിസ്ക് 0.05 ലോട്ട് ഞാൻ ബൈ ചെയ്യണം അല്ലെങ്കിൽ സെല് ചെയ്യണം. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത്. സോ എന്ത് ചെയ്യുക? ഇവിടുന്ന് ബൈ ചെയ്യണമെങ്കിൽ $0.05 0.05 ലോഡ് സൈസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബൈ ട്രേഡ് പ്ലേസ് ചെയ്യേണ്ടത്. സോ ഇതാണ് ലോഡ് സൈസ് ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റിസ്ക് നമ്മൾ ഓൾറെഡി ആയിട്ട് മുന്നേ സെറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക് എത്രയാണോ ആ റിസ്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന രീതിക്കായിരിക്കണം നമ്മൾ ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ മെത്തേഡ്സ് നിങ്ങൾ എന്ത് ചെയ്യും? ഫോളോ ചെയ്യാം. സോ നെക്സ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് കാണാം. സോ അതുവരെ